ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോടിലേക്കാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്കുള്ളൊരു യാത്രയിലാണ്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഒരു കോഴിക്കോട് ബീച്ച് സൈഡൊക്കെ എത്താറായപ്പോഴേക്കും എന്താ ഇത് കണ്ടോ, മേളിൽ പരുന്തുകൾ, അതായത് ഒരു ആയിരക്കണക്കിന് പരുന്തുകൾ വട്ടയിട്ട് ചുറ്റുന്ന ഒരു പ്രത്യേകമായൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. വണ്ടിയിലിരുന്നുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഇതെന്താ ഇതിങ്ങനെ ഇത്രയും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ മാസ്മരികമായൊരു ഭംഗിയും എല്ലാം കൂടി കണ്ടപ്പോൾ വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി കാണാം കാഴ്ചകൾ. കണ്ട ആയിരക്കണക്കിന് പരുന്തുകളാട്ടോ എൻ്റെ ചുറ്റിനു മുകളിൽ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത്രയും പരുന്തുകൾ ഒരുമിച്ച്. ഒരിക്കലും കണ്ടിട്ടില്ല, ഇത്രയും പരുന്തുകൾ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. നല്ല കാറ്റുണ്ട്, താഴെ മണ്ണിന് നല്ല പൊള്ളണ ചൂടുണ്ട്. നട്ടാപ്പുറ വെയിലത്താണ് ഇവിടെ വന്ന് നിൽക്കണേ കോഴിക്കോട് ബീച്ച്. പക്ഷെ ഇതെൻ്റെ ലൈഫിൽ ആദ്യമാണ്. വാ, നോക്കിയടാ, നോക്കിക്ക് മുകളിലോട്ട് നോക്കി, എന്ത് രസമാണ്. അയ്യോ, എനിക്കൊരു അത്ഭുതം കാണുമല്ലോ എന്നാണ്. ഡേഞ്ചർ ആണോന്നറിയില്ല, സൂപ്പറാണ്. അയ്യോ, മനസ്സിലായി, അവിടെ ആരോ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എല്ലാരും കൂടി കൂട്ടമായിട്ട് വന്നേക്കണ ഇവിടെ. ഇവിടെ ഒരാള് വന്നിട്ട് ഒരു ചാക്കിൽ നിറയെ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇത്രയും പരുന്തുകൾ ഒരേ സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു കാഴ്ച. പിന്നെ കുറെ പട്ടികളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. അവരും കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പട്ടി ചിലപ്പോൾ വയലന്റ് ആയേക്കാം. പക്ഷെ അയാൾ വന്നിട്ടാണ് ഈ ഒരു സമയത്ത് ഇത്രയും പരുന്തുകൾ ഒരുമിച്ച് ഇങ്ങനെ വട്ടമിട്ട് വെച്ച് ചുറ്റുന്നത്. ഇതൊരു വല്ലാത്തൊരു എന്താ പറഞ്ഞാൽ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പരുന്തുകൾക്ക് ഭക്ഷണം തേടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലുള്ള പരുന്തുകളാണോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയാണ് എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത്. നല്ല തണുത്ത വെള്ളം അടിക്കണതുകൊണ്ട് നമുക്ക് ചൂടറിയുന്നില്ല. പിന്നെ എൻ്റെ പുറകിൽ ആ കടൽപ്പാലമൊക്കെ കാണാൻ കണ്ടില്ലേ, നല്ലൊരു രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ. പോകാൻ തോന്നുന്നില്ല, നല്ല വെയിലുണ്ട്, പക്ഷെ പോകാൻ തോന്നണില്ല. ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിൽ തന്നെ സ്റ്റേബെല്ല എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ റൂം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് കേട്ടോ, നല്ല അഫോർഡബിൾ ആണ്. ഈ നല്ലൊരു റേറ്റിൽ കിട്ടി. അത് ഏറ്റവും നല്ലൊരു റൂം തന്നെയാണ് റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ. AC ആണ്, ട്വിൻ ബെഡ് 1 റൂം, പിന്നെ TV ഉണ്ട്, കേബിൾ ഉണ്ട്, കണക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു റൂമിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ റൂമാണെങ്കിൽ ഇതിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റൂം. അപ്പോൾ ഇവിടെ വന്നൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ മിഠായി തെരുവിലേക്ക് പോകാറുണ്ട്. എന്താണെങ്കിലും റെസ്റ്റ് അധിക സമയം എടുക്കില്ല. ഡേ ടൈമിൽ തന്നെ അവിടെ പോകണം. അതായത് ഒത്തിരി വൈകി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് അത്രയും അങ്ങോട്ട് പർച്ചേസിങ് ശരിയാവില്ല, ഷോപ്പിംഗ് ഒന്നും. അപ്പോൾ നമുക്ക് അങ്ങ് മിഠായി തെരുവിലേക്ക് പോവാം. ഒരല്പം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. ഇതാണ് കേട്ടോ ബാത്റൂം കാര്യങ്ങളൊക്കെ. എല്ലാം നല്ല ഒരു പുതിയ ഹോട്ടലാണ് കേട്ടോ ഇത്. വളരെ അടിപൊളിയാണ്, എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഇതോടൊപ്പം ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സിറ്റിയിൽ തന്നെയാണ്, നല്ലൊരു ഹോട്ടലാണ്, പുതിയ ഹോട്ടൽ കൂടിയാണ് കേട്ടോ ഇത്. ഞങ്ങളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തു. മിഠായി തെരുവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്വീറ്റ് ബസാർ. ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാഴ്ചകളിലേക്ക് പോയാലോ. ഞങ്ങൾ വന്നെത്തിയത് ഡ്രസ്സുകളുടെ, തുണിത്തരങ്ങളുടെ ഒരു സ്ട്രീറ്റാണ്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും സെപ്പറേറ്റ് സ്ട്രീറ്റുകളുണ്ട്. അത് ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇപ്പം ഞങ്ങൾ എത്തിയേക്കുന്നത് ഇവിടെയാണ് കേട്ടോ, തുണികളുടെ ലോകത്തേക്കാണ്. പല ലോകത്തേക്കും നമുക്ക് പോകാനുണ്ട്. കയറുന്നു നോക്കിയാലോ, 500 രൂപ 2 എണ്ണം. ഈ കടയിൽ ഏത് ടോപ്പെടുത്താലും പകുതി വിലക്ക് കൊടുക്കുന്ന മുതലാളി. എടുക്കണ്ടേ? 7 മക്കളെ 2 മാക്സിമം 2 ടോപ്പ്. ഇതെങ്ങനെ? എല്ലാം ഡബിൾ എക്സൽ ആണോ ഇതിലുള്ളത്? ഉണ്ടല്ലോ.
ഇതിന്റെ ഏറ്റവും ചെറുതൊന്നും എടുത്തു തരാമോ? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വിലക്കുറവ് പോലെ തന്നെ ഗുണക്കുറവും തോന്നി. അങ്ങനെ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ ഒരു ഐറ്റം കണ്ട് ഇത് എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷ, ജിജ്ഞാസ, ഉത്കണ്ഠയൊക്കെ വന്നിട്ട് അങ്ങോട്ട് കയറി ചെന്നതാണ്. തലവെച്ച് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെന്താണ് ഈ ഉണക്കപ്പുല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനോട് ചോദിക്കുകയാണ്. ഇവൻ ബംഗാളിയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇത് കണ്ടോ, ഈ ഒരു കെട്ട് ഇതിനൊരു 50 രൂപ വിലയാണ്. ഉണങ്ങിയ എന്തോ ഒരു ചെടി. എനിക്ക് മനസ്സിലായി ഇവർ ബംഗാളിൽ ഒരു കുളത്തിൽ ഉണ്ടാവുന്ന സാധനമാണ്. അത് ഇവർ ഉണക്കി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നേക്കുക. അപ്പോൾ ഇവൻ പറയുന്നത് ഇതിങ്ങനെ ഷേപ്പാക്കി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളമുണ്ട്, ആ വെള്ളം എടുത്തിട്ട് അതിലൊരു 2 ദിവസം മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീർത്ത് വന്നിട്ട് നല്ല പച്ച കളറിൽ നല്ല മുളച്ച് പൊട്ടി വന്ന ചെടി മാതിരിയൊക്കെ ആകും. ക്രിസ്മസ് ട്രീ പോലെയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ലീഫിലൊക്കെ തൊട്ട് നോക്കി, ഒറിജിനലാണ്. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ ടോപ്പിലൊക്കെ വെക്കാം. പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ, വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടല്ലോ. ഇൻറ്റീരിയറായിട്ട് നല്ലൊരു ഓക്സിജനൊക്കെ കിട്ടുന്നൊരു ചെടിയല്ലേ, ജീവനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും വില കൊടുത്താലും നഷ്ടമൊന്നുമില്ല. എന്താണെങ്കിലും വില ചോദിക്കാം, ബാർഗെയിൻ ചെയ്യണം. ബംഗാളീസ് അല്ലേ. വില ചോദിച്ചപ്പോൾ 300 രൂപ പറഞ്ഞു. ഞാനതിന് പകുതി റേറ്റ് കൊടുത്തു, 150 രൂപ കൊടുത്തു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇതേപോലെ ഇങ്ങനെ പോട്ടിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കാമെന്ന്. നല്ല ഒറിജിനൽ ചെടിയാട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ, അപ്പം അവനൊരു 3 വർഷം ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഞങ്ങളത് വാങ്ങി 5 എണ്ണം വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒരു കെട്ടാക്കി അവനത് തന്നത്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് 3 ദിവസം 4 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇത് വീർത്ത് വന്നു. അവൻ പറഞ്ഞൊക്കെ ശരിയാ, നല്ലപോലെ ബൾജായിട്ട് ഫോം ചെയ്ത് വന്നു. പക്ഷേ ഈ ഉണക്കപ്പുല്ലിൻ്റെ നിറം അല്ലാണ്ട് വേറൊരു നിറം ഉണ്ടായിരുന്നില്ല. ഈ കള്ളൻ കളറടിച്ച് വെച്ചേക്കാമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ അതങ്ങൾ കളഞ്ഞു, ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു, പോയി. അവൻ കാശ് കൊണ്ട്, അവനാണ് ബിസിനസ്മാൻ. അപ്പോൾ ഇവിടെ നല്ല ഷൂസൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഷൂസൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ഷൂസിന് മാത്രമായിട്ട് ലേഡീസിൻ്റെ അല്ല, ജെൻസിൻ്റെ ഷൂസിന് മാത്രമായിട്ടൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ട് ഇവിടെ. ഇരുവശങ്ങളിലും ഷൂസിൻ്റെ ഷോപ്പ് മാത്രം കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട്, റേറ്റും താരതമ്യേന കുറവാണ് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെങ്കിലും ഷൂസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ലേഡീസിൻ്റെ ചെരുപ്പ്, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. ഈ കാണുന്നതൊക്കെ 150 രൂപ റേറ്റാണ് കേട്ടോ. നോക്കിക്കോളൂ. കൊള്ളാല്ലേ. എനിക്ക് നോക്കണം. ഇതൊക്കെ എല്ലാം 150. ഇത് കൊള്ളാം. ഇതോ, ഈ ഹീലുള്ളതോ, ഇതൊക്കെ 150. ഓ, കൊള്ളാല്ലേ. 150 ഹീലുണ്ട്. കൊള്ളാട്ടോ സംഭവം. ഒരു ഫ്രീയായിട്ടൊക്കെ ഇടാനും എല്ലാം 150. ഇനി ദിസ് സൈഡ് 250. ഇതൊക്കെ 250. മീഷോയിലുണ്ട്. ഇതൊക്കെ 150 രൂപ. ഇതൊക്കെ അല്ലേ 150 പറഞ്ഞ? പിടിച്ചേ എല്ലാം കൂടി എനിക്ക് പറ്റുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ പകുതി ആയപ്പോഴേക്കും വിശന്ന് വയറ് കത്തി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് തിന്നുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാര്യം കൂടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്നാക്കായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി അകത്താക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ കാണുന്ന സ്ട്രീറ്റാണ് ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ, സിൽവർ, ഡയമണ്ട്, അങ്ങനെ. ഇത് കണ്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തോന്നുന്നത് എന്താണെന്നോ, നമ്മുടെ മട്ടാഞ്ചേരി പാലസ് റോഡുണ്ട്, അവിടെ ഇതേപോലത്തെ ഒരു ഫീൽ. എനിക്ക് ശരിക്കും അവിടെ പാലസ് റോഡിൽ എത്തിയ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ മുഴുവൻ ഇങ്ങനെ കുഞ്ഞു സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ടാവും. നിരന്ന് ഇങ്ങനെ ഒത്തിരി ഉണ്ട്, നല്ല കളക്ഷനുമാണ്. അതുപോലെ തന്നെ ഇവിടെയും കണ്ടോ. ശരിക്കും അവിടെ പോയി നിൽക്കുന്ന ഒരു ഫീല് എനിക്ക് ഇവിടെ കിട്ടി കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ.
മിഠായി തെരുവിൽ വന്നാൽ പിന്നെ ഹൽവ കഴിക്കാതെ എങ്ങനെ പോകുമല്ലേ? അത് വാങ്ങിക്കാണ്ട് ഇവിടെ നിന്ന് ആരും പോകാറില്ല കേട്ടോ വരുന്നവരൊന്നും. അപ്പോൾ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഹൽവയിലേക്ക് കണ്ണങ്ങ് സ്റ്റക്കായി കഴിഞ്ഞാൽ അപ്പോൾ അവരത് മുറിച്ച് നമുക്ക് തന്നിരിക്കും. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണ കംപ്ലീറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ 2-3 കഴിച്ചപ്പോൾ എനിക്ക് മതിയായി. വെറൈറ്റി ടേസ്റ്റാണ്. അവരിങ്ങനെ മുറിച്ച് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ഹൽവയൊക്കെ വാങ്ങിയായിരുന്നു. എനിക്കൊരു ആലിയ കട്ട് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് കേട്ടോ. അതാണ് ഇത് തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യണത്. ഇവരാണ് വിളിച്ച അകത്തേക്ക് കയറ്റുവാണ് ഓരോ കടകളുടെയും. കടയുടെ മുന്നിൽ ഇവരിങ്ങനെ കുറേ ക്ലോത്ത് കയ്യിലിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പരസ്യത്തിന് നിൽക്കുന്ന പോലെ. നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറി പോകും കേട്ടോ. നല്ല കച്ചവടത്തിൻ്റെ ട്രാക്കാണ് കേട്ടോ ഇവിടെ നടക്കണേ. കുഴപ്പമുണ്ടോ? ഈ മോഡലിൽ ആലിയില്ലേ? ഈ മോഡലിൽ ആലിയ ഇത് 890 സ്വീക്കൻസ് ഇല്ലാത്തണ്ടോ? ഇങ്ങനത്തെ ടൈപ്പ് എംബ്രോയിഡറി കുഴപ്പമില്ല. ഇത് പുതിയ വന്നൊരു മോഡലാണ്. ഇതെന്താ റേറ്റ് വരാ? ഇത് 890 അല്ലടാ. റേറ്റ് ഉണ്ടല്ലോ നല്ലോണം എല്ലാത്തിനും. മിററിനോടൊന്നും അറിയാൻ നോക്കട്ടെ. ഓക്കെ, വേറെ ഏതാ ഡിസൈൻ? എനിക്ക് ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമായിരുന്നു. വേണ്ട, ഫുൾ സെറ്റാണ്. അപ്പോഴേ ഞാൻ ഷോപ്പിംഗ് ഏതാണ്ട് നിർത്തി. കാര്യം വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. സമയം 3:30 അപ്പോൾ ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അതിവിടെ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.